ഹനുമാന്റെ വാലും പാർവതിയുടെ അനുഗ്രഹവും. ഒരു അദ്ഭുതകഥ പറയാം. പാർവതി ദേവിയും മഹാദേവനും പലപ്പോഴും തങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ളവരെയും ഏറ്റവും വലിയ ഭക്തരെയും പരീക്ഷിക്കുന്നത് പതിവായിരുന്നു. അതുപോലെ വേണ്ടപ്പെട്ടവരുടെ മനസ്സിൽ അഹങ്കാരം ഇല്ലാതാക്കി ഭക്തിയും കരുണയും നിറക്കാൻ ശ്രമിച്ചിരുന്നു. പലപ്പോഴും പാർവതി ദേവിയുടെ ഇഷ്ടങ്ങളും കുസൃതികളും കാരണം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ മനസ്സിൽ സങ്കടങ്ങൾ വാരിവിതറാൻ ഇതൊക്കെ കാരണമായി തീരാറുണ്ട്. എന്നാലും പത്നിയോടുള്ള ഇഷ്ടം എന്തിനേക്കാൾ വിലയുള്ളതായി കാണുന്ന ഭഗവാൻ പലപ്പോഴും പാർവതി ദേവിയുടെ തമാശകളിൽ പങ്കുചേരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ പാർവതി ദേവി മഹാദേവനോട് പറയുന്നു, പ്രഭോ, ഈ ഹനുമാൻ വലിയ അഭിമാനിയല്ലേ? തനിക്ക് അതിവിശേഷ ശക്തിയുണ്ടെന്ന അവകാശം പറയുന്നവൻ. അവനെ നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? ചിലപ്പോൾ അവൻ എല്ലാവരെയും പറ്റിക്കാൻ പറയുന്ന കാര്യങ്ങളായാലോ എല്ലാം. അപ്പോൾ മഹാദേവൻ പാർവതി ദേവിയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ പാർവതി ദേവി പിന്മാറാൻ തയ്യാറായില്ല. അപ്പോൾ മഹാദേവൻ ദേവിയോട് പറഞ്ഞു, പരീക്ഷിക്കാം, പക്ഷേ അത് അമ്മയായ നീ തന്നെ ചെയ്യണം. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. പാർവ്വതീദേവിയുടെ സമ്മതപ്രകാരം അങ്ങനെ പാർവതി ദേവിയും ശിവപരമേശ്വരും തങ്ങളുടെ ഭക്തന്റെ ഭക്തിയെയും ആത്മവിശ്വാസത്തെയും പരീക്ഷിക്കാനായി ഒരിക്കൽ തയ്യാറായി. പാർവതി ദേവി അന്യരൂപം സ്വീകരിച്ച് ധ്യാനത്തിലിരിക്കുന്ന ഹനുമാനെ സമീപിക്കുന്നു. കയ്യിൽ തവടുമായി വന്ന പാർവതി ഒരു സന്യാസിനിയുടെ രൂപത്തിൽ ഹനുമാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് വളരെ അവശത കാട്ടി ഹനുമാനോട് പറയുന്നു, ഹേ വാനരശ്രേഷ്ഠ, നിന്റെ വാൽ എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നു. ദയവായി അത് കുറച്ച് വെട്ടിത്തരൂ. അല്ലെങ്കിൽ എന്റെ യാത്രയിൽ നിന്റെ വാൽ വളരെയധികം ബുദ്ധിമുട്ടാകും. ഇത് കേട്ട് വാനരരാജനായ ആഞ്ജനേയൻ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ മറുപടി പറയുന്നു, അമ്മേ, എന്റെ വാൽ അമരമായതാണ്. അതിന് തകരാറുണ്ടാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ എന്റെ വാലുകൊണ്ട് മറ്റുള്ളവർക്കും തകരാറുകൾ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് അമ്മ മുന്നോട്ട് നടന്നോളൂ, ഞാൻ എന്റെ വാൽ മാറ്റിത്തരാം. ഹനുമാൻ അതുപറയുമ്പോൾ ദേവിയുടെ തെറ്റിനുള്ള ശിക്ഷ തന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ കൊടുത്തിരിക്കുന്നു എന്നു മനസ്സിലാക്കി മഹാദേവൻ അദൃശ്യനായി നിന്ന് പാർവതി ദേവിയെ നോക്കി ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം മനസ്സിലാക്കിയ പാർവതി ദേവി പക്ഷേ ഹനുമാനെ വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. വീണ്ടും വളരെയധികം അവശത അഭിനയിച്ച ദേവി ഹനുമാനോട് പറയുന്നു, നീ വേഗം വാലൊന്നു മാറ്റൂ. എനിക്ക് നിവർന്നു നിൽക്കാൻ അധിക സമയം സാധിക്കില്ല. അതിനുള്ള ആരോഗ്യം ഇല്ല. അമ്മേ, ഞാനിതാ വാൽ മാറ്റിത്തരാം. അമ്മ നടന്നോളൂ എന്നു പറയുന്നു. എന്നിട്ട് വാൽ നീക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹനുമാൻ അന്നേരം ഞെട്ടുന്നു. തന്റെ വാലെത്ര ശ്രമിച്ചാലും നീക്കാനാകുന്നില്ല. അവൻ അറിയുന്നു ഇതൊരു ദൈവിക ലീലയാണെന്ന്. അവനു മനസ്സിലായിരുന്നു അത് സാക്ഷാൽ ആദിപരാശക്തി പാർവതി ദേവി തന്നെയെന്ന്. അവൻ മനസ്സിൽ മഹാദേവനെ ധ്യാനിച്ചു. മഹാദേവന്റെ അനുഗ്രഹത്താൽ നടന്നതെല്ലാം അവൻ മനസ്സിൽ കാണുന്നു. പിന്നെയും ശ്രീ പാർവതി ദേവി അങ്ങനെ പരാജയപ്പെടുന്നു. അമ്മേ, മഹാമായേ, അടിയനോട് എന്തിനീ പരീക്ഷണം? ആരെയാണ് ഞാൻ പിണക്കേണ്ടത്? അതിന് അടിയൻ ഒരിക്കലും സാധിക്കില്ല. എനിക്ക് അമ്മയോടും പിണങ്ങണ്ട്. അമ്മേ, താങ്കളുടെ സാന്നിധ്യം ഇവിടെ എനിക്ക് അനുഭവപ്പെടുന്നു. ദയവായി ഈ പരീക്ഷണം അവസാനിപ്പിക്കൂ. ഹനുമാന്റെ വാക്കുകൾ കേട്ട ശ്രീപാർവതിക്ക് അവന്റെ സത്യസന്ധതയിലും അവന്റെ സ്നേഹത്തിലും ആത്മാർത്ഥമായ ഭക്തിയിലും വിശ്വാസത്തിലും ശരിക്കും അതിശയം തോന്നി. തന്റെ തെറ്റ് മനസ്സിലാക്കി അവനു മുന്നിൽ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഹനുമാൻ തന്റെ വാൽ സ്വതന്ത്രമാക്കി എഴുന്നേറ്റ് ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഭക്ത, നീ ഭക്തിയുടെ പ്രതീകമത്രേ. പക്ഷേ കുതിപ്പില്ലാതെ സമാധാനത്തോടെ മുന്നേറുക. അഭിമാനവും ഭക്തിയും തമ്മിൽ സുതാര്യമായ ഒരു അതിരുണ്ട്. അതാണ് നീ നമ്മെ കാട്ടിയത്. നിന്റെ ഭക്തിയിൽ സംശയം തോന്നിയേ എനിക്കാണ് വലിയ തെറ്റ് പറ്റിയത്. നീ ഭൂമിയിലെ ഏറ്റവും നിഷ്ഠയുള്ള നീതിമാനായി എന്നും ജീവിക്കാനും അറിയപ്പെടാനും സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് ദേവി അപ്രത്യക്ഷമാകുന്നു. അടുത്ത നല്ലൊരു കഥയുമായി കാണുന്നവരെ നന്ദി.